മീൻ ഇഷ്ടമല്ലാത്തവർ പൊതുവെ കുറവായിരിക്കും. പ്രോട്ടീനുകളുടെയും ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെയും മികച്ച കലവറ കൂടിയാണ് മത്സ്യങ്ങൾ. പച്ചമീനിനെ പോലെ തന്നെ ഉണക്കമീനുകൾ ഇഷ്ടമുള്ളവരും ധാരാളമുണ്ട്. അതേസമയം സ്ഥിരമായി ഉണക്കമീൻ കഴിക്കുന്നവർ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും കാലക്രമേണ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുമെന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പല ഉണക്കമീനുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് തയ്യാറാക്കുന്നത്. അയല, സാൽമൺ തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങൾ ഹൃദയത്തിന് നല്ലതാണെങ്കിലും കൂടുതലായി കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തിന് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മീനുകൾ കുറെ കാലം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി ഉപ്പിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഉണങ്ങിയ മത്സ്യത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലുമാണ്. അതായത് സോഡിയത്തിന്റെ അളവ് ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ വളരെ വളരെ കൂടുതലായിരിക്കും. ഇത് സ്ഥിരമായി കഴിക്കുമ്പോൾ BP ഉയരുകയും രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. രക്തസമ്മർദ്ദം ഉയരുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും. ഇതിനു പുറമെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന പല ഉണക്കമീനുകളിലും ഉപ്പിന് പകരം പല രാസവസ്തുക്കളും ചേർത്താണ് ഉണക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നല്ല മീനുകൾക്ക് പകരം ചീഞ്ഞ മീനുകളാണ് ഉണക്കിയെടുക്കുന്നത്. കൂടാതെ വൃത്തിഹീനമായി ഉണക്കുന്ന മീനുകളിൽ പലപ്പോഴും ബാക്ടീരിയയും മറ്റു രോഗാണുക്കളും അടങ്ങിയിട്ടുണ്ടാവാം. ഇത് ശരീരത്തിലെത്തിയാൽ പല രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമീനുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വാങ്ങുന്നതിന് മുൻപ് അത് നന്നായി നോക്കി വാങ്ങേണ്ടതും അത്യാവശ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റുന്നതാണോ എന്നും പരിശോധിച്ച് വേണം ഉണക്കമീനുകൾ വാങ്ങേണ്ടത്. അതുപോലെ ചെറിയ പാക്കറ്റുകളിൽ ലഭിക്കുന്ന മീനുകൾ വാങ്ങാതിരിക്കുന്നതും നല്ലതാണ്. എന്നിരുന്നാലും ഇവയിലെ മായം നേരിട്ടറിയുക എന്നത് പ്രയാസമാണ്. കാരണം ഇവയിൽ ചേർക്കുന്നത് രാസമാലിന്യങ്ങളാണ്. ഇത് സംസ്കരണ പ്രക്രിയ കഴിഞ്ഞ ഉൽപ്പന്നമാണെന്നതും ഉപ്പിന്റെ രൂക്ഷത മുന്നിട്ട് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ മായം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഉണക്കമീനുകളിൽ ഫോർമാലിൻ ഉൾപ്പെടെയുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെത്തുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും കാരണമാവും. ഉപ്പിന്റെ അംശമില്ലാത്ത ഉണക്കമീനുകളാവട്ടെ താരതമ്യേന ഏറ്റവും വലിയ അപകടകാരിയാണ്. കാരണം ഇവയിൽ കെമിക്കലുകളുടെ സാന്നിധ്യം അധികമാണ്. ഇത്തരം കാര്യങ്ങളാൽ ഉണക്കമീനുകൾ കഴിക്കാൻ അതിയായി ഇഷ്ടപ്പെടുന്നവർ വീടുകളിൽ തന്നെ മീൻ കഴുകി വൃത്തിയാക്കി ഉപ്പ് ചേർത്ത് ഉണക്കി സൂക്ഷിക്കുന്നതാണ് നല്ലത്. പച്ച മത്സ്യത്തിന്റെ മിക്ക ഗുണങ്ങളും ഉണക്കമീനിലും ഉറപ്പിക്കാം. ചാള, ചെമ്മീൻ, കൊഴുവ തുടങ്ങിയവയാണ് പ്രധാന ഉണക്ക മത്സ്യങ്ങൾ. ഇത് ആരോഗ്യത്തിനും മികച്ചതാണ്. മീനിലെ ഒമേഗ 3 ഗുണങ്ങളും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ഉണക്കമീനിൽ നിന്ന് ലഭിക്കും. കൂടാതെ ആന്റിബോഡികളുടെയും എൻസൈമുകളുടെയും ഉറവിടമായ പ്രോട്ടീന്റെ കലവറിയാണ് ഉണക്കമീൻ എന്നും പറയാം. കലോറി കുറവായതിനാൽ തന്നെ ഭക്ഷണക്രമത്തിൽ കൃത്യമായ അളവിൽ ഇത് ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ഉണക്കമീനിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പച്ച മത്സ്യം പോലെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളും രക്തയോട്ടവും നാഡീവ്യവസ്ഥയും ക്രമവും ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുന്നതിനും ഉണക്കമീൻ നല്ലതാണ്.